വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്രകാരൻ ക്രിസ്തു തന്നെയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ കന്യാമറിയത്തിൽ നിന്ന് ഈശോ ഭൂജാതനായി. യേശുവിന് സത്യം അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല, കാരണം യേശു തന്നെയായിരുന്നു സത്യം. സുവിശേഷം പറയുന്നു, വഴിയും സത്യവും ജീവനുമാണ് ക്രിസ്തുവെന്ന്. യേശുവിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ യേശുവിനെ പോലെ തന്നെ സത്യത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കണം സഞ്ചരിക്കേണ്ടത്. സത്യത്തിൻ്റെ വഴി യഥാർത്ഥ ചരിത്രത്തിൻ്റെ വഴി കൂടിയാണ്. ചരിത്രത്തിൻ്റെ ആഖ്യാനങ്ങളും പുനരാഖ്യാനങ്ങളും പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് നമ്മെ നയിക്കാറുണ്ട്. എന്നാൽ ഒരു ചരിത്രകാരൻ ആയിരുന്നു കൊണ്ട് യഥാർത്ഥ ചരിത്രകാരൻ സമൂഹത്തിന് നൽകേണ്ട സത്യസന്ധമായ ചരിത്രത്തിൻ്റെ നേർക്കാഴ്ചകൾ നൽകുന്ന ഒരു വ്യക്തിയാണ് ആന്റണി പുത്തൂർ സർ. കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര പുനരാവിഷ്കാരം 2 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് 104-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സത്യാന്വേഷണ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഗ്രന്ഥം ബൈബിൾ തന്നെയാണ്. അത് കവച്ചു വയ്ക്കാൻ ഇതുവരെ പ്രപഞ്ചത്തിലെ ആർക്കും കഴിയുകയുമില്ല. കാരണം ദൈവനിവേശിതമായ ഈ ഒരു രചന മനുഷ്യരക്ഷയുടെ ചരിത്രം കൂടിയാണ്. പഴയ നിയമം ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ പെസഹായിലും കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവർ ചരിത്രത്തിൻ്റെ കഥനം ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലും പിന്നീട് വിവിധ അപ്പോസ്തലിക ലേഖനങ്ങളിലും ചരിത്രങ്ങളുടെ ആവർത്തനം കാണാൻ കഴിയും. കാരണം ഓരോ ചരിത്രവും നമുക്ക് മുന്നിൽ ഇതൾ വിരിയുന്നത് രക്ഷാകരമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയാണ്. ഇന്നിൻ്റെ മനുഷ്യൻ ഇന്നലകളിലേക്ക് നോക്കിക്കൊണ്ട് നല്ലൊരു നാളെ വാർത്തെടുക്കുവാൻ സത്യസന്ധമായ ചരിത്രം അറിയേണ്ടത് ഒരു അനിവാര്യതയാണ്. കേരള കത്തോലിക്കരായ നമ്മെ ഉദ്ബോധിപ്പിക്കാൻ നമ്മുടെ ഇന്നലകളുടെ ചരിത്രം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യാനായി ആന്റണി സാർ നടത്തുന്ന ഈ അവിശ്രാന്ത പരിശ്രമത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇത് നമ്മുടെ കത്തോലിക്ക സഭയ്ക്കും ഓരോ സഭാംഗങ്ങൾക്കും നമ്മുടെ വരും തലമുറയ്ക്കും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ ഒരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ സമയവും കഴിവും ആരോഗ്യവും ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനിയും തുറക്കാത്ത ചരിത്രത്തിൻ്റെ താളുകൾ എല്ലാവർക്കും മുന്നിലായി തുറന്നിടുവാനും സത്യസന്ധമായ ഒരു ചരിത്രം എല്ലാവരിലേക്കും എത്തിക്കുവാനും ആന്റണി പുത്തൂർ സാറിന് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നല്ലവനായ ദൈവം സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. നന്ദി. ലൗദേത്തൂർ യേശൂസ് ക്രിസ്തുസ്. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര പുനരാഖ്യാനത്തിൻ്റെ 104-ാം എപ്പിസോഡിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. ഈ പരിപാടി തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. ഈ പരിപാടിക്ക് 104-ാം എപ്പിസോഡിന് ആശംസയർപ്പിച്ച് സംസാരിച്ചത് CTC സഭയുടെ സെൻറ്റ് ജോസഫ്സ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയ റവറൻഡ് സിസ്റ്റർ സിസ്ലെറ്റാണ്. ബഹുമുഖ പ്രതിഭയായ സിസ്റ്ററിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ചരിത്രപഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്
നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. ആ ഭാഗമാകട്ടെ ഒരു വന്യ പുരോഹിതൻ്റെ മരണവുമാണ്. 1691 ഡിസംബർ 30 എറണാകുളത്തിനടുത്തുള്ള വെണ്ടുരുത്തിപ്പള്ളിയിൽ വെച്ച് നിര്യാതനായ മത്തേവൂസ് ആസാങ്ത ജോസഫ് എന്ന മത്തേവൂസ് പാതിരിയാണ് അത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. കേരളത്തിൽ കർമ്മലീത്ത സഭയ്ക്ക് ആസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ മഹാപുരോഹിതൻ. ചാത്യാത്ത്, വരാപ്പുഴ എന്നിവിടങ്ങളിലായി 2 വലിയ ദേവാലയങ്ങൾ നിർമ്മിച്ച ആ മഹാപുരോഹിതൻ്റെ ചരമദിനമാണ് ഡിസംബർ 30. ആ വലിയ സന്യാസിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. സസ്യശാസ്ത്ര രംഗത്തെ സൂര്യ തേജസ് എന്ന് സെബസ്ത്യാനി പിതാവും ഹെനിഗറുമൊക്കെ വാഴ്ത്തുന്ന മത്തേവൂസ് ആസാങ്ത ജോസഫ് എന്ന മത്തേവൂസ് പാതിരിയുടെ ജന്മദേശം ഇറ്റലിയിലെ നെയാപ്പോളി, അതായത് നാപ്പോളി പ്രവിശ്യയിൽ ഉൾപ്പെട്ട മാർസിയാനൈസ്, അതായത് മാർച്ചനീസ് എന്ന സ്ഥലമാണ്. 1612 വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ ദിനത്തിൽ, അതായത് 1612 ജൂൺ 29 ഭൂജാതനായ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാന പേര് പീറ്റർ ഫോഗ്ലിയ അഥവാ പെത്രൂസ് ഫോഗ്ലിയ എന്നായിരുന്നു. മാർസിയാനൈസിലെ പ്രാഥമിക വിദ്യാഭ്യാസ ശേഷം കർമ്മലീത്ത സന്യാസിയാകണമെന്ന അദമ്യമായ ആഗ്രഹത്താൽ നെയാപ്പോളിയിലെ കർമ്മലീത്ത ആശ്രമത്തിൽ അദ്ദേഹം ചേർന്നു. 1639 സെപ്റ്റംബർ 25 അദ്ദേഹം സന്യാസ വ്രത വാഗ്ദാനം നടത്തി. അതോടെ അദ്ദേഹത്തിൻ്റെ പേര് മത്തേവൂസ് ആസാങ്ത ജോസഫ്, അതായത് വിശുദ്ധ യൗസേപ്പിൻ്റെ മത്തേവൂസ് എന്നായിത്തീർന്നു. സസ്യശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ഉന്നത ബിരുദം സമ്പാദിച്ചിരുന്ന പാതിരി 1644 കർമ്മലീത്ത മിഷണറിയായി സിറിയയിലെ ലെബനോനിലേക്ക് നിയോഗിക്കപ്പെട്ടു. 4 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം അവിടുത്തെ സസ്യങ്ങളെക്കുറിച്ച് മനോഹരമായ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം 1648 ഗോവയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടതായി കാണുന്നു. ഈ സമയത്ത് അദ്ദേഹം പല ഭാഷകളിലും പ്രാവീണ്യം നേടുന്നതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ലത്തീൻ, പോർച്ചുഗീസ്, ഡച്ച്, അറബി, സുറിയാനി എന്നീ ഭാഷകൾക്ക് പുറമെ വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലുമൊക്കെ അദ്ദേഹം നൈപുണ്യം നേടി. 1657 പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി മലബാറിലേക്ക് നിയോഗിക്കപ്പെട്ട, കമ്മീസാറിയായി നിയോഗിക്കപ്പെട്ട ജോസഫ് സെബസ്ത്യാനി പാതിരി ഗോവയിൽ വച്ച് മത്തേവൂസ് പാതിരിയെ കാണുകയും അദ്ദേഹത്തെയും കൂടെ കൂട്ടുകയും ചെയ്തു. അങ്ങനെ മലബാറിലെത്തി പ്രവർത്തന നിരതരായിരിക്കെ 1659 സെബസ്ത്യാനി പാതിരി റോമിലേക്ക് പോയി. ആ സമയത്ത്
കമ്മീസാറിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും മത്തേവൂസ് പാതിരിയെ ഏൽപ്പിച്ചിട്ടാണ് സെബസ്ത്യാനി പാതിരി റോമിലേക്ക് പോയത്. പിന്നീട് 1659 ഡിസംബർ 16 റോമിൽ വെച്ച് അലക്സാണ്ടർ 7 പാപ്പായാൽ അഭിഷേകം ചെയ്യപ്പെട്ട സെബസ്ത്യാനി പിതാവ് വീണ്ടും മലബാറിലേക്ക് വരുന്നു. ഹിയറാപ്പോളിയുടെ സ്ഥാനിക മെത്രാനും മലബാർ വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പോസ്തോലിക്കയും കൊമ്മീസാറിയുമായിട്ടാണ് ഡോം ജോസഫ് സാന്ത മറിയ ദെ സെബസ്ത്യാനി കടന്നു വരുന്നത്. 1660 മലബാറിൽ തിരിച്ചെത്തിയ സെബസ്ത്യാനി പിതാവിനും സംഘത്തിനും ചേർത്തലയിലെ മുട്ടത്ത് വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങനെയിരിക്കെ 1662 കൊടുങ്ങല്ലൂരും 1663 ജനുവരി 6 കൊച്ചിയും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചടക്കിയതോടെ സെബസ്ത്യാനി പിതാവിനും കൂട്ടർക്കും ഇവിടം വിട്ട് പോകേണ്ടി വരികയാണ്. കാൽവനിസ്റ്റുകളായ ഡച്ചുകാർക്ക് കത്തോലിക്കരെ അത്ര പിടിച്ചില്ല. അവർ ആദ്യം ചെയ്തത് കൊടുങ്ങല്ലൂരും കൊച്ചിയിലുമൊക്കെ ഉണ്ടായിരുന്ന ഈശോ സഭയുടെ പുസ്തകാലയങ്ങളും പ്രസ്സുമൊക്കെ അഗ്നിക്കിരയാക്കുകയായിരുന്നു. അങ്ങനെ സെബസ്ത്യാനി പിതാവിന് മലബാർ വിട്ടുപോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ 1663 ജനുവരി 31 കുറവിലങ്ങാട് സ്വദേശിയായ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അലക്സാണ്ടർ ദ കാംബോ എന്ന പേരിൽ കടുത്തുരുത്തിയിൽ വച്ച് മെഗാറയുടെ സ്ഥാനിക മെത്രാനായും മലബാറിൻ്റെ വികാരി അപ്പോസ്തോലിക്കയായും വാഴിച്ചിട്ട് അദ്ദേഹം കടന്നു പോവുകയാണ് റോമിലേക്ക്. സെബസ്ത്യാനി മറ്റൊന്നുകൂടി ഇവിടെ ചെയ്തു വെച്ചു. മഹാസന്യാസി എന്ന അക്കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന മത്തേവൂസ് പാതിരിയെ ചാണ്ടി മെത്രാൻ്റെ, അതായത് അലക്സാണ്ടർ ദ കാംബോ മെത്രാൻ്റെ മുഖ്യ ഉപദേശകനായി നിയമിക്കുകയും കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം റോമിലേക്ക് തിരിച്ചു പോകുന്നത്. സെബസ്ത്യാനി പിതാവ് റോമിലേക്ക് പോകുമ്പോൾ മത്തേവൂസ് പാതിരി താൻ തയ്യാറാക്കിയിരുന്ന കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥവും റോമിൽ അച്ചടിക്കുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടു. ഇവിടെ അധികാരത്തിൽ വന്ന ഹെൻറിക് വാൻ ഡീറ്റ് സസ്യശാസ്ത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായി മത്തേവൂസ് പാതിരിയെ കണ്ടുമുട്ടുകയും തേടിപ്പിടിക്കുകയും അദ്ദേഹത്തെ അതിനെ നിർബന്ധിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്, മത്തേവൂസ് പാതിരി ഹെൻറിക് വാൻ ഡീത്തിനോട്, ഗവർണറോട് ആവശ്യപ്പെട്ടത്, താൻ നിർമ്മാണം പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന 2 ദേവാലയങ്ങൾ ചാത്യാത്തും വരാപ്പുഴയുമുണ്ട്. അവ പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരണം. തന്നെയുമല്ല, ഈ പ്രദേശങ്ങളിൽ രണ്ടിടത്തും ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും എൻ്റെ ആളുകളെ അതിലേക്ക് കൊണ്ടുവരുവാനും ആവശ്യമായ ഉത്തരവുകൾ ഉണ്ടാകണം. അതെല്ലാം തന്നെ ഹെൻറിക് വാൻ ഡീത്ത് അംഗീകരിക്കുകയും
വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ചാത്യാത്ത് പള്ളിയും വരാപ്പുഴ പള്ളിയും ഉണ്ടാകുന്നത്. പ്രിയരെ, ഈ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് ലോകോത്തര കൃതിയായ ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന ഗ്രന്ഥം ഉടലെടുക്കുകയാണ്. കേരളത്തിലെ 300ഓളം നാട്ടുവൈദ്യന്മാരെ, ദ്രാവിഡ വൈദ്യന്മാരെ, അതോടൊപ്പം രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പുഭട്ട് എന്നീ കൊങ്കണി വൈദ്യന്മാരെയും ഒക്കെ നേരിൽ കണ്ട് സംവദിച്ച് ഇവിടുത്തെ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളും അത് ആ ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കുന്ന വിധങ്ങളുമെല്ലാം പഠിച്ച് മത്തേവൂസ് പാതിരി തയ്യാറാക്കിയ വിശ്വവിഖ്യാത ഗ്രന്ഥമാണ് ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന് അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കൂസിന് പുറമെ 15ഓളം സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് എന്നതിന് ചരിത്ര സാക്ഷ്യങ്ങളേറെയുണ്ട്. പ്രിയരെ, ഒരു വൈദികനായിരുന്നു, ഒരു മിഷണറി ആയിരുന്നു, സസ്യശാസ്ത്രജ്ഞനായിരുന്നു എന്നും ഒക്കെ മാത്രമേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചറിയാവൂ. എന്നാൽ അദ്ദേഹം ചുമർ ചിത്ര കലാകാരൻ കൂടിയായിരുന്നു എന്നതിന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചേർത്തലയിലെ മുട്ടം പള്ളിയിലും എറണാകുളത്തെ വെണ്ടുരുത്തി പള്ളിയിലും മുട്ടുച്ചിറയിലെ പ്രാസ പള്ളിയിലും ചാത്യാത്ത് പള്ളിയിലും വരാപ്പുഴ പള്ളിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറെയും നശിപ്പിക്കപ്പെട്ടു. ഇന്ന് അവശേഷിക്കുന്നത് എറണാകുളം വെണ്ടുരുത്തി പള്ളിയിലെയും മുട്ടുച്ചിറ പ്രാസപ്പള്ളിയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ചിത്രവും മാത്രമാണെന്നത് ചരിത്ര സ്നേഹികളെ ദുഃഖിപ്പിക്കുന്നൊരു വാർത്തയാണ്. പ്രിയരെ, ആ വലിയ മിഷണറിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര പുനരാവിഷ്കാരത്തിൻ്റെ 104ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.